ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് പൂരി. അതിന് പറ്റിയ നല്ലൊരു മസാലയും കൂടിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 8 മണിക്കൂർ കുതിർത്ത ഗ്രീൻ പീസാണ്. ഇന്നലെ രാത്രി ഞാനിത് വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ഉരുളൻകിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത്, അതുപോലെ 2 സവാള, ഒരു 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം നമ്മൾ ഇവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വേപ്പില വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ കുറച്ച് മുഴുവൻമുളക് കൂടിയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാളയും കൂടി ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം. ഞാൻ ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെച്ചപ്പോൾ അതിലൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സവാളയൊക്കെ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഉപ്പ് ചേർത്താണ് വേവിച്ചത്, പക്ഷേ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കൊരു അല്പം ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് മസാലക്കറിയാണിത്. ഇത് ഞാൻ പൂരിക്ക് വേണ്ടി ചെയ്തെടുത്ത മസാലക്കറിയാണ്. അപ്പം പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സാധാരണ നമ്മൾ പൂരിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ ഒരല്പം പഞ്ചസാരയും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി പൂരി ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഗ്ലാസ് പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ എടുത്തിട്ട് അതിലാണ് ഞാൻ പൂരിക്ക് പരത്തുന്നത്. നല്ല നൈസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഈ ഗ്ലാസ് പേപ്പറിലിട്ട് നമുക്ക് പൊറോട്ടയ്ക്കുള്ള മാവ് പോലും ശരിക്കും നൈസാക്കി പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ തൂവി മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൂരിക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മേലെ ബാക്കിയുള്ള ആ പ്ലാസ്റ്റിക്, അതായത് ഗ്ലാസ് പേപ്പർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ PVC പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഈ കോമ്പസ് വെച്ച് നമ്മൾ കറക്കൂലേ, അതേ രീതിയിൽ ഒരു സൈഡിൽ പ്രസ് ചെയ്തിട്ട് മറ്റു സൈഡ് ശരിക്കും കറക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് നല്ല റൗണ്ടായിട്ട് പൂരി ആയാലും ചപ്പാത്തി ആയാലും കിട്ടുകയും ചെയ്യും. അതെല്ലാം വളരെ നൈസായിട്ട് നമുക്കിത് പരത്തിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇത്രയും മാവ് നമുക്ക് ഇത്രയും ഗ്ലാസ് പേപ്പറിൽ മൊത്തമായിട്ടും പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നൈസായിട്ട് നമുക്ക് കിട്ടും. അത് എടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും നമ്മൾ ഗ്ലാസ് പേപ്പറിൽ പരട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നമ്മളിങ്ങനെ തിളച്ചെടുക്കുന്ന ഓയിലിലേക്ക് ഡിപ്പ് ചെയ്തിടണം. ഒരു സൈഡ് ഡിപ്പ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങ് പൊളച്ച് വരും. നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൂരിയും റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് മസാലക്കറിയാണ്. വളരെ സിമ്പിളായ രീതിയിൽ നമ്മൾ ചെയ്തതാണ്, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. Thank you.